ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് സേഫ്റ്റി സ്റ്റോക്ക് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. സേഫ്റ്റി സ്റ്റോക്ക് എന്താണ്? സേഫ്റ്റി സ്റ്റോക്ക് എന്ന് നോക്കാം. The usage rate of inventory and delivery time are easily predictable. The usage rate may vary over time. Likewise, materials ordered do not always arrive in time. These factors may lead to stockouts. This can be largely avoided by carrying a safety stock of inventory for emergencies. A safety stock is an additional supply of inventory that is carried all the time to be used when normal stocks run out. അതായത് യൂസേജ് റേറ്റ് ഓഫ് ഇൻവെൻ്ററി ആൻഡ് ഡെലിവറി ടൈം ആർ ഈസിലി പ്രഡിക്റ്റബിൾ. ഇൻവെൻ്ററിയുടെ യൂസ് ചെയ്യുന്ന റേറ്റും അതുപോലെ തന്നെ ഡെലിവറി ടൈമും നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ദ യൂസേജ് റേറ്റ് മേ വേരി ഓവർ ടൈം. യൂസേജ് റേറ്റ് എന്നുള്ളത് സ്വാഭാവികമായും വേരി ചെയ്യുന്ന ഒന്നാണ്. ലൈക്ക് വൈസ് മെറ്റീരിയൽസ് ഓർഡേർഡ് ഡു നോട്ട് ആൾവേസ് അറൈവ് ഇൻ ടൈം. അതേപോലെ തന്നെയാണ് റോ മെറ്റീരിയൽസ്, ഓർഡർ ചെയ്ത റോ മെറ്റീരിയൽസ് കൃത്യസമയത്ത് ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യൂസേജ് റേറ്റും റോ മെറ്റീരിയൽസിൻ്റെ അഭാവവും സ്വാഭാവികമായിട്ടും ഫാക്ടറീസ് ആയിട്ടുള്ള സ്റ്റോക്ക് ഔട്ടിലേക്ക് സ്ഥാപനത്തിനെ നയിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ആവശ്യ സമയത്ത് റോ മെറ്റീരിയൽസ് ലഭിക്കാത്തതിന് മുഖാന്തരം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും ഓർഡർ ലഭിച്ചിട്ടും ഓർഡറിനനുസരിച്ച് ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എത്തിച്ചേരുകയും ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഇൻവെൻ്ററിയുടെ യൂസേജ് റേറ്റും ഡെലിവറി ടൈമും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ യൂസേജ് റേറ്റ് എന്നുള്ളത് വേരി ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ മെറ്റീരിയൽസ് കൃത്യസമയത്ത് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് യൂസേജ് റേറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് അറൈവ് ചെയ്യാൻ കാലതാമസം എടുക്കുമ്പോൾ ദീസ് ഫാക്ടേഴ്സ് ലീഡ് ടു സ്റ്റോക്ക് ഔട്ട്. അത് സ്റ്റോക്ക് ഔട്ടിലേക്ക് നയിക്കുകയും ആൻഡ് ദിസ് ക്യാൻ ബി ലാർജ്ലി അവോയ്ഡഡ് ബൈ ക്യാരിയിങ് എ സേഫ്റ്റി സ്റ്റോക്ക് ഓഫ് ഇൻവെൻ്ററി ഫോർ എമർജൻസീസ്. ഇത്തരത്തിലുള്ള അടിയന്തര സന്ദർഭങ്ങളിൽ ഇൻവെൻ്ററിയുടെ ഒരു സേഫ്റ്റി സ്റ്റോക്ക് ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഔട്ട് ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് മറികടക്കാൻ കഴിയും. സോ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എ സേഫ്റ്റി സ്റ്റോക്ക് ഈസ് എൻ അഡീഷണൽ സപ്ലൈ ഓഫ് ഇൻവെൻ്ററി ദാറ്റ് ഈസ് ക്യാരിഡ് ആൾ ദ ടൈം ടു ബി യൂസ്ഡ് വെൻ നോർമൽ സ്റ്റോക്സ് ആർ റൺ ഔട്ട്. നോർമൽ സ്റ്റോക്സ് റൺ ഔട്ട് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ സപ്ലൈ ഓഫ് ഇൻവെൻ്ററി ക്യാരി ചെയ്യുന്നതിനെ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന സുരക്ഷിതമായിട്ടുള്ള സ്റ്റോക്ക്, കൈവശം ആവശ്യമുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സ്റ്റോക്ക് അഡീഷണൽ സപ്ലൈ ഓഫ് ഇൻവെൻ്ററിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിനെ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയാം. സോ സേഫ്റ്റി സ്റ്റോക്ക് ഈസ് എൻ അഡീഷണൽ സപ്ലൈ ഓഫ് ഇൻവെൻ്ററി. ഇൻവെൻ്ററിയുടെ അഡീഷണൽ സപ്ലൈ ആണ്. ദാറ്റ് ഈസ് ക്യാരിഡ് ആൾ ദ ടൈം ടു ബി യൂസ്ഡ് വെൻ നോർമൽ സ്റ്റോക്സ് റൺ ഔട്ട്. നോർമൽ സ്റ്റോക്സ് റൺ ഔട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അഡീഷണൽ സപ്ലൈ ഓഫ് ഇൻവെൻ്ററി ക്യാരി ഔട്ട് ചെയ്യുന്നതിനെ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അഡീഷണൽ സപ്ലൈ ഓഫ് ഇൻവെൻ്ററി. ഇൻവെൻ്ററിയുടെ അഡീഷണൽ സപ്ലൈ ആണ്. ദാറ്റ് ഈസ് ക്യാരിഡ് ആൾ ദ ടൈം ടു ബി യൂസ്ഡ് വെൻ നോർമൽ സ്റ്റോക്സ് റൺ ഔട്ട്. It is the minimum additional inventory to serve as a safety margin or buffer or cushion to meet an unanticipated increase in usage. അതായത് യൂസേജിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഇൻക്രീസ് അനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇൻവെൻ്ററിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഉള്ള ഇൻവെൻ്ററിയുടെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് അഡീഷണൽ ഇൻവെൻ്ററി, മിനിമം അഡീഷണൽ ഇൻവെൻ്ററി സേഫ്റ്റി മാർജിനായിട്ട് സെർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം അഡീഷണൽ ഇൻവെൻ്ററി. ആവശ്യമുള്ളതിനെക്കാട്ടിലും ഒരു മിനിമം അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെൻ്ററിയും കൂടി നമ്മൾ സേഫ്റ്റി ആയിട്ട് നിർമ്മിച്ചു വയ്ക്കുക. അതിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. 10 ഓർഡറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 10 ഓർഡറിനുള്ള ഇൻവെൻ്ററി മാത്രമായിട്ട് നിർമ്മിക്കാതെ ഒരു 5 ഓർഡറിന് കൂടിയുള്ള ഇൻവെൻ്ററി നിർമ്മിച്ചു വയ്ക്കുന്ന സമയത്ത് ഒരു മിനിമം അഡീഷണൽ ഇൻവെൻ്ററി നിർമ്മിക്കുന്ന സമയത്ത് സേഫ്റ്റി മാർജിനായിട്ട് നമുക്കത് കീപ്പ് ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഈസ് ദ മിനിമം അഡീഷണൽ ഇൻവെൻ്ററി. മിനിമം അഡീഷണൽ ഇൻവെൻ്ററിയാണ് ടു സെർവ് ആസ് എ സേഫ്റ്റി മാർജിൻ. ഒരു സേഫ്റ്റി മാർജിനായിട്ട് സെർവ് ചെയ്യാനുള്ള മിനിമം അഡീഷണൽ ഇൻവെൻ്ററിയാണ് ഓർ ബഫർ ഓർ കുഷ്യൻ ടു മീറ്റ് ആൻ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ യൂസേജ്. യൂസേജിൽ ഒരു അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് ആ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻവെൻ്ററി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിന് ഒരു സേഫ്റ്റി മാർജിൻ കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, സേഫ്റ്റി സ്റ്റോക്ക് ഇസ് ദ എക്സ്ട്രാ ഇൻവെൻ്ററി ക്യാരിഡ് ടു സെർവ് ആസ് എൻ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് ഒരു ഇൻഷുറൻസ് ആയിട്ട് സെർവ് ചെയ്യുന്ന എക്സ്ട്രാ ഇൻവെൻ്ററിയാണ് നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ഇൻവെൻ്ററി ക്യാരിഡ് ടു സെർവ് ആസ് ഇൻഷുറൻസ് ആയിട്ട് സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഇൻവെൻ്ററിയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. എഗെയിൻസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് എക്സ്ട്രാ ഇൻവെൻ്ററി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന സ്റ്റോക്കിനെ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയാം. സേഫ്റ്റി സ്റ്റോക്ക് ഇസ് ദ എക്സ്ട്രാ ഇൻവെൻ്ററി ക്യാരിഡ് ടു സെർവ് ആസ് ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ്. സേഫ്റ്റി സ്റ്റോക്ക് ഈസ് കമ്പ്യൂട്ടഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ലീഡ് ഓർ ഡെലിവറി ടൈം. ലീഡ് ഓർ ഡെലിവറി ടൈമിനെ
എന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം റേറ്റ് ഓഫ് യൂസേജ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് യൂസേജ്. മാക്സിമം റേറ്റ് ഓഫ് യൂസേജിൽ നിന്നും ആവറേജ് റേറ്റ് ഓഫ് യൂസേജ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന തുകയെ നമ്മൾ എന്ത് ചെയ്യുക, ലീഡ് ഓർ ഡെലിവറി ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സേഫ്റ്റി സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയും. സോ സേഫ്റ്റി സ്റ്റോക്ക് ഈസ് കമ്പ്യൂട്ടഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ലീഡ് ഓർ ഡെലിവറി ടൈം. ലീഡ് ഓർ ഡെലിവറി ടൈമിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ലീഡ് ഓർ ഡെലിവറി ടൈം ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം റേറ്റ് ഓഫ് യൂസേജ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് യൂസേജ്. ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായിട്ടുണ്ടാവും. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇൻവെൻറ്ററി ക്യാരി ഔട്ട് ചെയ്യുന്നതിനെന്ന് പറയുന്നത്. സേഫ്റ്റി മാർജിനായിട്ട് മിനിമം അഡീഷണൽ ഇൻവെൻറ്ററി അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഓഫ് യൂസേജ് ഉണ്ടാകുമ്പോൾ അതിനെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിനെ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയും. നെക്സ്റ്റ് പറയാനുള്ളത് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. ഇപ്പോൾ എന്താണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് നോക്കാം. Inventory turnover ratio is the ratio of cost of material consumed during a given period to the average stock during that period. It indicates the speed with which raw materials have been consumed in production. അതായത് റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്ന സ്പീഡാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റോ മെറ്റീരിയൽസിനെ ഗുഡ്സ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റാൻ എത്രമാത്രം ടൈം കൺസ്യൂമിങ് എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഇയർ സ്റ്റോക്ക് ഈസ് യൂസ്ഡ് അപ്പ് ആൻഡ് റീപ്ലനിഷ്ഡ്. ഒരു സ്റ്റോക്കാക്കി മാറ്റാൻ, ഒരു റോ മെറ്റീരിയലിനെ സ്റ്റോക്കാക്കി മാറ്റാൻ എടുക്കുന്ന നമ്പർ ഓഫ് ടൈംസും അതുപോലെ തന്നെ അത് റീയൂസ് ചെയ്യുകയും റീപ്ലനിഷ് ചെയ്യുകയും ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസുമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇൻ ഷോർട്ട് ഇറ്റ് ഷോസ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഓഫ് കൺസംഷനെയാണ് നമ്മുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് കാൾഡ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് നമുക്കതിനെ പറയാം. സോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഓർ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് എ ഗിവൻ പീരിയഡ്. ഒരു നിശ്ചിത പീരിയഡിൽ കൺസ്യൂം ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ടു ദ ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ആ പർട്ടിക്കുലർ പീരിയഡിലുള്ള ആവറേജ് സ്റ്റോക്കുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് നിശ്ചിത പീരിയഡിൽ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ഗിവൻ പീരിയഡിലുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് സ്പീഡ് വിത്ത് വിച്ച് ദ റോ മെറ്റീരിയൽസ് ഹാവ് ബീൻ കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഗിവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഇയർ സ്റ്റോക്ക് ഈസ് യൂസ്ഡ് ആൻഡ് റീപ്ലനിഷ്ഡ്. ഒരു വർഷത്തിൽ എത്ര തവണ അല്ലെങ്കിൽ എത്രമാത്രം സമയം എടുക്കുന്നുണ്ട് ഒരു റോ മെറ്റീരിയൽസ് സ്റ്റോക്കാക്കി മാറ്റാൻ, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റാൻ, അതുപോലെ തന്നെ ആ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എത്രമാത്രം റീപ്ലനിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഓഫ് കൺസംഷനെയാണ് നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സ്റ്റോക്ക് വെലോസിറ്റി. ഇതിനെ നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി എന്നും പറയാം. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കൺസ്യൂം ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ ആവറേജ് സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ലഭിക്കും. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിനെ ആവറേജ് സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ലഭിക്കും. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്റ്റോക്കും കിട്ടും. ഇനി നമ്മൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 365, ഒരു വർഷം എന്ന് പറയുമ്പോൾ 365 ദിവസമാണ്. 365 ഡിവൈഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ ഇൻ ടൈംസ്. മെറ്റീരിയൽ ടേൺ ഓവർ ഇൻ ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഈ റേഷ്യോ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദ റേഷ്യോ എന്താണെന്ന് നോക്കാം. എ ഹയർ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് materials are fast moving, lower obsolescence, lower average carrying cost and material losses etc. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഹയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആർ ഫാസ്റ്റ് മൂവിങ്. റോ മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിൽ തടസ്സങ്ങളും ഇല്ല. ലോവർ ഒബ്സോളസൻസ് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻസ് അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ സാധ്യതകൾ കുറവാണ്. ലോവർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻറ്ററി ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് താരതമ്യേന കുറവാണ്. ആൻഡ് മെറ്റീരിയൽ ലോസസും എന്താണ്, റെഡ്യൂസിങ് ആണ് എന്നാണ് അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ. അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഉയർന്നതാവുന്ന സമയത്ത് മെറ്റീരിയൽസ് ഫാസ്റ്റ് മൂവ് ചെയ്യും, ലോവർ ഒബ്സോളസൻസ് ആകും, ലോവർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ആകും, മെറ്റീരിയൽ ലോസസിൻ്റെ സാധ്യതകളും കുറയും.
ഇനി അതേപോലെ തന്നെയാണ് ലോവർ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെറ്റീരിയൽസ് ആർ സ്ലോ മൂവിങ്, ഹയർ ഒബ്സോളസൻസ്, ലാർജർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ് ലോസസ്, എക്സസ് സ്റ്റോക്ക് എക്സെട്ര. അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷനിൽ മറ്റൊന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ലോവർ ആവുന്ന സമയത്ത് അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ലോവർ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് സ്ലോ മൂവിങ് ആവും. മെറ്റീരിയൽസിൻ്റെ മൂവിങ് എന്നുള്ളത് വളരെ പതുക്കെയായിരിക്കും. ഹയർ ഒബ്സോളസൻസ് ഉണ്ടാവും. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ തേയ്മാനം. അതുപോലെ തന്നെ ലാർജർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാവും. ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ഉയർന്നതായിരിക്കും. മെറ്റീരിയൽസിൻ്റെ ലോസസ് എന്നുള്ളത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എക്സസ് സ്റ്റോക്കുകളും ഉണ്ടാവും. ഇതാണ് ലോവർ ടേൺ ഓവർ റേഷ്യോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഹയർ ആകുമ്പോഴും ലോവർ ആകുമ്പോഴുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പറയുന്നത്. ഹയർ ആകുന്ന സമയത്ത് മെറ്റീരിയൽസ് ഫാസ്റ്റ് മൂവ് ചെയ്യും, ലോവർ ഒബ്സോളസൻസ് ആകും, ലോവർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ആകും, അതുപോലെ തന്നെ മെറ്റീരിയൽ ലോസസും ഉണ്ടാകും. മെറ്റീരിയൽ ലോസസ് ലോവർ ആകും. അതുപോലെ തന്നെ ലോവർ ടേൺ ഓവർ റേഷ്യോ ആകുന്ന സമയത്ത് മെറ്റീരിയൽസ് സ്ലോ മൂവിങ് ആയിരിക്കും. മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂവിങ് വളരെ സ്ലോ ആയിരിക്കും. ഹയർ ഒബ്സോളസൻസ് അല്ലെങ്കിൽ തേയ്മാനം കൂടുതലായിരിക്കും. ലാർജർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും. മെറ്റീരിയൽ ലോസസ് കൂടുതലായിരിക്കും. എക്സസ് സ്റ്റോക്കുകളും ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനായിട്ട് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഈസ് യൂസ്ഫുൾ ടു അവോയ്ഡ് അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദോസ് മെറ്റീരിയൽ ഹൂസ് കൺസംഷൻ ഈസ് മച്ച് ലെസ്. അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡോസ് മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കുന്നത്. ഹൂസ് കൺസംഷൻ ഈസ് മച്ച് ലെസ്. അതായത് മെറ്റീരിയൽസിൻ്റെ കൺസംഷൻ കൂടുതലായിട്ട് ലെസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗപ്രദമല്ലാത്ത മെറ്റീരിയൽസിൻ്റെ മുകളിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യലും കൂടിയാണ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു അവോയ്ഡ് ഒബ്സോളസൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഇൻകറിങ് ഓഫ് അൺനെസസറി സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോക്കിൻ്റെ ഒബ്സോളസൻസ് അല്ലെങ്കിൽ അതിൻ്റെ തേയ്മാനത്തിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അൺനെസസറി സ്റ്റോറേജ് കോസ്റ്റുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇൻകറിങ് ചെയ്യുന്നതിനെയും അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു അവോയ്ഡ് ഒബ്സോളസൻസ് ഓഫ് സ്റ്റോക്കിൻ്റെ ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ തേയ്മാനം. അതുപോലെ തന്നെ ആൻഡ് ഇൻകറിങ് ഓഫ് അൺനെസസറി സ്റ്റോറേജ് കോസ്റ്റ് ഇൻകറിങ് ചെയ്യുന്നതിനും അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ദിസ് റേഷ്യോ ഇറ്റ് ഈസ് പോസിബിൾ ടു നോ വെദർ ദ മെറ്റീരിയൽസ് ആർ ഫാസ്റ്റ് മൂവിങ് ഓർ സ്ലോ മൂവിങ്. ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്തറിയാൻ കഴിയും? മെറ്റീരിയൽസ് ഫാസ്റ്റ് മൂവിങ് ആണോ സ്ലോ മൂവിങ് ആണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇൻ അതർ വേർഡ്സ്, ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ ഹൗ മെനി ഡേയ്സ് ദ മെറ്റീരിയൽസ് റിമെയിൻ ഇൻ സ്റ്റോക്ക്. മെറ്റീരിയൽസ് സ്റ്റോക്കായിട്ട് എത്ര ദിവസം അത് റിമെയിൻ ചെയ്യുന്നുണ്ട്. Thus, the stock turnover ratio is an important indicator of efficiency in material management. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കാര്യക്ഷമമായി മാനേജ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്ററും കൂടിയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഹൗ മെനി ഡേയ്സ് ദ മെറ്റീരിയൽസ് റിമെയിൻ ഇൻ സ്റ്റോക്ക്. മെറ്റീരിയൽസ് എത്ര ദിവസം സ്റ്റോക്കായിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ കഴിയും. അത് ഫാസ്റ്റ് മൂവിങ് ആണോ സ്ലോ മൂവിങ് ആണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ദസ് ദ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് എഫിഷ്യൻസി ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിലുള്ള എഫിഷ്യൻസി സൂചിപ്പിക്കുന്ന ഒരു റേഷ്യോ കൂടിയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്താണെന്ന് പറഞ്ഞു, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസാണ് പറഞ്ഞത്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അഡീഷണൽ സ്റ്റോക്കിനെയാണ് അല്ലെങ്കിൽ മിനിമം അഡീഷണൽ ഇൻവെൻറ്ററിയാണ്. സേഫ്റ്റി മാർജിൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മിനിമം അഡീഷണൽ ഇൻവെൻറ്ററിയാണ് നമ്മൾ. അല്ലെങ്കിൽ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സേഫ്റ്റി മാർജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മിനിമം അഡീഷണൽ ഇൻവെൻറ്ററി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മിനിമം അഡീഷണൽ ഇൻവെൻറ്ററി ആയിട്ടുള്ള സേഫ്റ്റി മാർജിൻ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. സേഫ്റ്റി സ്റ്റോക്ക് ഇസ് ദ മിനിമം അഡീഷണൽ ഇൻവെൻറ്ററി ടു സെർവ് ആസ് എ സേഫ്റ്റി മാർജിൻ ഓർ ബഫർ ഓർ കുഷ്യൻ ടു മീറ്റ് ആൻ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ യൂസേജിലുള്ള അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഷ്യൻ, ബഫർ ഓർ സേഫ്റ്റി മാർജിനെ നമ്മൾ എന്ത് പറയുന്നത് സേഫ്റ്റി മാർജിനെയാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു മിനിമം അഡീഷണൽ ഇൻവെൻറ്ററിയാണ് നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്ത് പറയാം എക്സ്ട്രാ ഇൻവെൻറ്ററി ടു ക്യാരി സെർവ് ആസ് എൻ ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് സെർവ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഇൻവെൻറ്ററിയാണ്. ഇൻഷുറൻസ് ആയിട്ട് സെർവ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഇൻവെൻറ്ററി കൂടിയാണ് ഉണ്ട് സേഫ്റ്റി സ്റ്റോക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
പിന്നെ നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് എ ഗിവൻ പീരിയഡ് ടു ദ ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഒരു ഗിവൻ പീരിയഡിലുള്ള മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്, ആ പീരിയഡിലുള്ള ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 365 ഡിവൈഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറഞ്ഞാൽ ഹയർ ടേൺ ഓവർ റേഷ്യോ ആണെന്നെങ്കിൽ മെറ്റീരിയൽസ് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും, ലോവർ ഒബ്സോളസൻസ് ആയിരിക്കും, ലോവർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ആയിരിക്കും, മെറ്റീരിയൽ ലോസസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ലോവർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, സ്ലോ മൂവിങ് ആയിരിക്കും, ഹയർ ഒബ്സോളസൻസ് ഉണ്ടാവും, ലാർജർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് മെറ്റീരിയൽ ലോസസ് ഉണ്ടാവും, എക്സസ് സ്റ്റോക്കുകളും ഉണ്ടാവും. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൺസംഷൻ കുറഞ്ഞ മെറ്റീരിയൽസിൽ നടത്തിയിട്ടുള്ള അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബ്സോളസൻസ് ഓഫ് സ്റ്റോക്കും അൺനെസസറി സ്റ്റോറേജ് കോസ്റ്റുകളും അവോയ്ഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഫാസ്റ്റ് മൂവിങ് ആണോ സ്ലോ മൂവിങ് ആണോ നമുക്ക് തിരിച്ചറിയാനും, അതുപോലെ തന്നെ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ആർ ഹൗ മെനി ഡേയ്സ് ദ മെറ്റീരിയൽസ് റിമെയിൻ ഇൻ സ്റ്റോക്ക്, മെറ്റീരിയൽസ് സ്റ്റോക്കായിട്ട് എത്ര ദിവസം റിമെയിൻ ചെയ്യപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയാനും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ ഹൗ മെനി ഡേയ്സ് ദ മെറ്റീരിയൽസ് റിമെയിൻ ഇൻ സ്റ്റോക്ക്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് എഫിഷ്യൻസി ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിലെ എഫിഷ്യൻസി സൂചിപ്പിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ കൂടിയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.